തിരുവനന്തപുരത്ത് അല്ല കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ത്രികോണ മത്സരം ഈ വട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം നേമമാണ്. അതിന്റെ കഴിഞ്ഞ രണ്ട് ടേമിന്റെ അസംബ്ലി ഇലക്ഷന്റെ പാറ്റേൺ മാത്രം നോക്കിയാൽ മതി. 2016 BJPയും കമ്മ്യൂണിസ്റ്റുമായി നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. നല്ലൊരു പെർസെൻറ്റേജിന്റെ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കുകയും ചെയ്തു. അന്ന് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കോൺഗ്രസിന് ഡമ്മി കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ 2021 വരുമ്പോൾ അവിടെ കോൺഗ്രസ് അവരെ കൊണ്ട് കഴിയുന്ന ഏറ്റവും പ്രമുഖനായ കാൻഡിഡേറ്റ് കെ മുരളീധരനെ തന്നെ അവിടെ മത്സരിപ്പിച്ചു. എന്നിട്ടും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് 30% വോട്ടാണ്. പക്ഷെ ആ സമയത്ത് BJPയിൽ നിന്ന് കുറേ വോട്ടുകൾ മുരളീധരൻ പിടിക്കുകയും അവിടെ BJP കമ്മ്യൂണിസ്റ്റ് ഫൈറ്റ് വന്ന് BJP അവിടെ തോൽക്കുകയും ചെയ്തു. ശിവൻകുട്ടി വീണ്ടും അവിടുന്ന് ജയിച്ചു. ഈ വട്ടം വരുമ്പോൾ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോൺഗ്രസിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് ശബരിനാഥ്. ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷെ കെ മുരളീധരന് സാധിക്കാത്തത് ഒരു പെർസെൻറ്റേജ് വോട്ടെങ്കിലും ശബരിനാഥിന് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അവിടെ അസംബ്ലിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ 2024 ലോക്സഭയിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരന് നേമം എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 15% കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ശശി തരൂരിനേക്കാൾ. അത് ചെറിയ ഭൂരിപക്ഷമല്ല, വ്യക്തമായ ഭൂരിപക്ഷമാണ്. ആ പാറ്റേൺ ഈ വട്ടം ആവർത്തിച്ചാൽ മാത്രം മതി BJP നേമത്ത് പുഷ്പം പോലെ വിജയിക്കാൻ. നോക്കിക്കാണണം. ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ശിവൻകുട്ടി ഇത്തവണ അവിടെ വോട്ട് തേടുമ്പോൾ വിജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ? രാജീവ് ചന്ദ്രശേഖരൻ വീണ്ടും BJPയുടെ കൊടി നേമത്ത് പാറിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. ശബരിനാഥിന് എത്രമാത്രം അവിടെ പ്രാധാന്യമുണ്ടെന്ന്. എന്നാലും ശബരിനാഥ് പിടിക്കുന്ന വോട്ടിന്റെ പെർസെൻറ്റേജ് ബാക്കിയുള്ളവരുടെ വിജയത്തെ ബാധിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ്.